ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞി കാപ്പരി ഓണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമാണ്. ഞങ്ങൾ അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഭയങ്കര വൻ ആക്കണം എന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങളുടെ വല്യച്ഛൻ മരിച്ചു പോയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞങ്ങളുടെ ആദ്യത്തെ ഓണമല്ലേ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ മമ്മി ഞങ്ങൾക്ക് 2-3 കറികളൊക്കെ വെച്ച് ഒരു ചെറിയൊരു സദ്യയൊക്കെ ഉണ്ടാക്കി തന്നു. അങ്ങനെ ഇതേ വാവച്ചി എണീറ്റ് വന്ന സമയമാണ് എൻ്റെ കണ്ണൻ എണീറ്റ് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആയി കേട്ടോ. ഞങ്ങളങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഇതേ അമ്മാണി കെട്ടിപ്പിടിച്ച് ആദ്യം ഓണമൊക്കെ വിഷ് ചെയ്യാണ് കൊച്ചുമോനെ. അങ്ങനെ എന്താ പല്ല് തേച്ചതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കെട്ടിയോൻ എനിക്ക്. അങ്ങനെ ഇതേ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അതാണ്ട് രാവിലെ ഞങ്ങളുടെ കാപ്പി കുടിക്കുകയാണ്, അതായത് ദോശയും ഇതും. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങളുടെ മമ്മിയുടെ എത്തുമെന്ന് തന്നെ ഞങ്ങൾ സദ്യ കഴിച്ചു, ആദ്യത്തെ സദ്യ. ആൻഡ് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊന്നും വ്ളോഗ് എടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി മുതൽ ഞങ്ങൾക്ക് 2 സദ്യ കഴിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷമായി പോയിട്ട് അമ്മ ആദ്യമായിട്ട് ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് സദ്യയൊക്കെ തന്നു. അതിനുശേഷം ഒരുപാട് എന്താ പറയുക, ഒരു ആൺകുട്ടി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛന്. അപ്പം എനിക്കത് എൻ്റെ വാവച്ചി വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു സംഭവം സഫലമായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ പോയിട്ടുള്ളൊരു ഞങ്ങൾ നെടുങ്കണ്ടം പോയി. അപ്പോൾ അച്ഛന് ഞങ്ങൾക്ക് ഡ്രസ്സ് എടുത്ത് തരണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളുടേതായ ലോകത്തിൽ ഞങ്ങൾ കടയിലൊക്കെ പോയി. അച്ഛൻ ഡ്രസ്സൊക്കെ എടുത്തു. അച്ഛൻ അമ്മയോട് പിണങ്ങുക കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട അച്ഛന് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അച്ഛൻ വഴക്കുണ്ടാക്കി. അച്ഛൻ്റെ ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ എടുത്തു. ഞങ്ങൾ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോയി. പാമ്പാടംപാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി ഞങ്ങളിതേ തിരിച്ചു വന്നു. വന്നപ്പോഴാണ് വണ്ടിയിലിരുന്ന് എൻ്റെ അമ്മ പ്ലാൻ ചെയ്തതാണ്, മരുമോൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അത് ഇച്ചിരി ഒന്ന് കളറാക്കാമെന്ന് വിചാരിച്ച് കസിൻസിനെയൊക്കെ വിളിച്ചു. അങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഒരു 25 പേർക്കുള്ള ഫുഡ് ഓർഡർ ചെയ്ത് 25 പേരെ ഞങ്ങൾ വിളിച്ചു. അങ്ങനെ പെട്ടെന്നായിരുന്നു. ഇതൊക്കെ അച്ഛനമ്മ ചെയ്താട്ടോ. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ തന്നെ, ഞാൻ വേണം മുൻകൈ എടുത്ത് നിൽക്കാം. പക്ഷേ ഇതെൻ്റെ അച്ഛനും അമ്മയും മുൻകൈ എടുത്ത് അച്ഛൻ സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിപ്പോയി. ലൈക്ക് എനിക്കൊരു വീട്ടിലൊരു ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ അങ്ങനെയൊക്കെ വേണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വാവച്ചി വന്നപ്പോൾ എനിക്കത് ഭയങ്കര കംപ്ലീറ്റായി, ഞങ്ങളുടെ ഫാമിലി കംപ്ലീറ്റ് ആയ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കസിൻസൊക്കെ വന്നു. ഇതെൻ്റെ അമ്മയുടെ കസിൻസാണ്, അതായത് എൻ്റെ മാമന്മാരും വൈഫും മക്കളുമാണ്. മാമനും 2 മാമന്മാരാണ് കേട്ടോ. ഇതെൻ്റെ ഇളയ മാമൻ, ഇതെൻ്റെ മൂത്ത മാമൻ, ആൻഡ് ഇത് മൂത്ത മാമൻ്റെ ഭാര്യ, മോന് ഉണ്ണിക്കുട്ടൻ, നമ്മുടെ വീഡിയോയിലൊക്കെ ഉള്ള. അങ്ങനെ ഇത് ഞങ്ങളുടെ മാമൻ. അപ്പം ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അപ്പം അവർക്ക് പോകാൻ വേണ്ടിയുള്ള ധൃതിയായിരുന്നു. അപ്പം ഒരു 10 മണി ആയപ്പോഴത്തേക്ക് ഫുഡ് വന്നു. അപ്പം അവർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പോലെ എന്നാണ് ഈ ഓടി നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പാട്ടൊക്കെ പാടി. നമ്മൾ വലിയ ഗായികയൊന്നും അല്ലെങ്കിലും നമ്മൾ ഇച്ചിരി പാടുന്നതുകൊണ്ട് അവർ നമ്മളെ ആസ്ഥാന ഗായികയാക്കി എടുക്കുമല്ലോ. അങ്ങനെ നമ്മൾ വന്നു. പിന്നെ അവരുടെ ഗാനം ഇളയും പാട്ടും കളിയും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവരും അപ്പോഴത്തേക്ക് അവർ പോയി കേട്ടോ. അപ്പോൾ എന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഫുഡ് അപ്പോഴത്തേക്ക് ആയില്ലായിരുന്നു. അപ്പം ആക്ച്വലി നമ്മൾ 6 മണിക്ക് വിളിച്ച് ഓർഡർ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് എൻ്റെ അച്ഛൻ്റെ ഫാമിലിയാണ്. ഇതെൻ്റെ മാമിയാണേ. പിന്നെ എൻ്റെ ഇത് ചേച്ചിയാണ്, ഇത് മാമൻ്റെ കൊച്ച്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡും, ഇത് ഒരു കുട്ടിരാപ്പിരി. അങ്ങനെ എൻ്റെ മാമനും എല്ലാവരും കൂടെ വന്നു. അപ്പം അവർ ആദ്യം വന്നില്ലേ, അപ്പോൾ അവരെ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ വരാൻ വൈകുമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കേക്ക് അങ്ങ് മുറിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ അച്ഛൻ കൊണ്ടുവന്ന് കേക്കൊക്കെ ഞങ്ങൾ മുറിച്ച് കിട്ടും. ഹാപ്പി ബർത്ത്ഡേ അഭിജിത്തേന്ന് ഭയങ്കര ഒഫീഷ്യലാക്കി അച്ഛൻ എഴുതി കഴിഞ്ഞു. എന്നാൽ കണ്ണാന്നാട്ടോ വിളിക്കുന്നത്, ഞാൻ കണ്ണാന്നാണ് വിളിക്കണേ. അപ്പോൾ എൻ്റെ വീട്ടിലും എല്ലാവരും കണ്ണാന്നാണ് വിളിക്കുന്നത്. എനിക്ക് അത് വിളിക്കുന്ന ഇഷ്ടം. അഭിജിത്തേന്ന് വിളിക്കുമ്പോൾ എന്തോ വേറെ ആരെയോ വിളിക്കുന്ന ഒരു ഫീലിങ്സ് ആട്ടോ എനിക്ക്. അങ്ങനെ മാമൻ പാട്ടൊക്കെ ഇട്ടു. അപ്പോൾ അതിന് മുന്നുള്ള ഡിസ്കഷനാണ് കേക്ക് മുറിച്ചിട്ട് ഞാൻ ആദ്യം ആർക്ക് കൊടുക്കുമെന്ന്. അങ്ങനെ എൻ്റെ വാച്ചി എനിക്ക് തന്നെയാട്ടോ തന്നത്. അപ്പോൾ അങ്ങനെ കേക്ക് മുറിച്ചു. അങ്ങനെ അവൻ്റെ ഭാര്യയ്ക്ക് ആദ്യത്തെ കേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. സോ അതിൻ്റെ ഒരു ഹാപ്പി ആയിരുന്നു. പിന്നെ അച്ഛനും അമ്മയും ഇത്ര ഒരു സർപ്രൈസ് വന്നപ്പം അതിന് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം എപ്പോഴും എൻ്റെ വാച്ചിക്ക് ബർത്ത്ഡേക്ക് ഞാനാണ് ഗിഫ്റ്റ് കൊടുക്കാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഒരു ഗിഫ്റ്റും കൊടുത്തില്ല. കാരണം ഈ ഒരു ഗിഫ്റ്റ് ഞങ്ങൾക്ക് ഭയങ്കര സംതൃപ്തിയായി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് വന്നു. ബിരിയാണിയും ചിക്കനും അതുമായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അത് വന്നു. അങ്ങനെ എൻ്റെ വാവച്ചി മടുത്ത് കുത്തി കേട്ടോ. എല്ലാവരും വന്നു ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ
ഞങ്ങൾ ഹാപ്പിയായി. ഇനി നാളെ നമ്മുടെ ബർത്ത്ഡേ ഡേ ആൻഡ് ഓണത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ആ ഒരു വിശേഷമായിട്ട് ഞങ്ങൾ വരാട്ടോ. അപ്പോൾ എൻ്റെ വാച്ചിത്തെ തളർന്ന് കുത്തി ഗൈസ്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഓടി വരാം. അതൊരിക്കൽ എല്ലാവർക്കും ബൈ.